ഹലോ വെൽക്കം ബാക്ക്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാമെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു ഈവനിങ് വ്ളോഗും അതിൽ ഒരു പഴംപൊരിൻ്റെ റെസിപ്പിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ പഴംപൊരി പെർഫെക്റ്റായി വരാത്തവർ ഈ ഒരു റെസിപ്പി ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പം ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ വീഡിയോ കാണാം, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ ഈവനിങ് വ്ളോഗാണ് കാണിക്കുന്നത്. 4 മണി കറക്റ്റ് ആകുമ്പോൾ കേശ് എത്തും. കേശ് വരുന്നതോടുകൂടിയാണ് എൻ്റെ ഈവനിങ് സ്റ്റാർട്ടാവുന്നത് കേട്ടോ. അപ്പോൾ ചായക്ക് എന്നും സ്നാക്കൊന്നും ഉണ്ടാക്കലില്ല, ചിലപ്പം ബേക്കറിയൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഇന്ന് ഇതുപോലെ പഴം കണ്ടോ ഓവറായിട്ട് പഴുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചാൽ പിന്നെ വേസ്റ്റായി പോകും. അപ്പോൾ എന്തായാലും അതുകൊണ്ട് പഴംപൊരി ഉണ്ടാക്കാൻ കരുതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ, അതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി, പിന്നെ 1 നുള്ളു ഉപ്പ്, 1 നുള്ളു മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂണിൻ്റെ അടുത്ത് ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതലൊക്കെ ഇടാം കേട്ടോ. ഏലക്കാപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിലധികം പഞ്ചസാര കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല മധുരം ഇഷ്ടമാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചധികം ചേർക്കുന്നുണ്ട്, പാകത്തിന് ചേർക്കട്ടോ. പിന്നെ അതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ ഈസ്റ്റാണ്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ ചേർക്കുന്നത്. ഈ രീതിയിൽ ചെയ്യാത്തവർ എന്തായാലും ഇത് നോക്കട്ടോ. പിന്നെ ഞാൻ ചെറു ചുടുവെള്ളം ഒഴിച്ചിട്ടാണിത് കുഴച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അവരതിലേക്ക് ബാക്കിയുള്ള ദോശമാവൊക്കെ ഒഴിക്കും. അപ്പോൾ നമുക്ക് എപ്പോഴും ദോശമാവൊന്നും ബാക്കി ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഈസ്റ്റ് ഇട്ടിട്ട് ചെയ്ത് നോക്കാം കേട്ടോ. പെർഫെക്റ്റ് ആയിട്ട് അതുപോലെ തന്നെ ഫ്ലഫി ആയിട്ടൊക്കെ വരും. അത് കൈവച്ചിട്ട് നല്ലോണം കുഴച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു ഹാൻഡ് ബ്ലെൻഡർ യൂസ് ചെയ്യാന്നുള്ളൂ കേട്ടോ. അതാകുമ്പോൾ നന്നായിട്ട് കുഴഞ്ഞ് കിട്ടും. നല്ല തിക്കായിട്ട് തന്നെ ബാറ്റർ ഉണ്ടാവണം, ഒരുപാട് ലൂസാവൊന്നും വേണ്ട. പഴംപൊരിൻ്റെ കൺസിസ്റ്റൻസി എല്ലാവർക്കും അറിയാമല്ലോ. ഇനി അത് ഒരു അരമണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് രാവിലെയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ. വൈകുന്നേരത്തേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാവ് കൂടുതൽ നേരം നിൽക്കുന്നത് ഒന്നുകൂടി നല്ലതാണ്. അപ്പോൾ ഇനി പഴമൊക്കെ ഞാനൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഒരു പഴം 3 പീസാക്കിയിട്ടാണ് മുറിക്കുന്നത്. അത് നടുമുറിക്കാതെ നീളത്തിൽ തന്നെ അങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു പഴം കൊണ്ട് തന്നെ 10-12 പഴംപൊരി ഉണ്ടാക്കാൻ പറ്റട്ടോ. നല്ല നൈസായിട്ട് മുറിച്ചാൽ. ഞാനിപ്പോൾ കുറച്ച് കട്ടിയിലാണ് മുറിക്കുന്നത്, കാരണം ഈ മാവ് അത്യാവശ്യം നല്ല നല്ല ബ്രെഡ് പോലൊക്കെ ഇങ്ങനെ ഈസ്റ്റ് ഇട്ടുകൊണ്ട് തന്നെ നല്ല ഫ്ലഫി ആയിട്ട് വരും. അപ്പോൾ നല്ല തിക്കുള്ള മാവാവും. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പഴം കട്ടിയില്ലാത്തതാകുമ്പം തീരെ പഴംപൊരിക്ക് പഴത്തിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ടാണ് കട്ടിയിൽ ചെയ്യുന്നത്. നമ്മൾ ചായക്കടയിലൊക്കെ പഴംപൊരി അങ്ങനെയാണല്ലോ, നല്ല കട്ടിയിലാവും പഴം ഉണ്ടാവുക. അതുപോലെ തന്നെ മാവും നല്ല തിക്കായിട്ടാവും ഉണ്ടാവുക. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യാൻ കരുതിയിട്ട് ഞാൻ നോക്കിയതാട്ടോ. അപ്പോൾ അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് ഞാൻ മാവൊന്ന് തുറന്ന് നോക്കിയിട്ട് നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് ഇങ്ങനെ കലക്കിയെടുക്കുക കേട്ടോ. ഇനി ഇതുപോലെ ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് ചൂടാകുമ്പോൾ സാധാരണ പഴംപൊരി പൊരിക്കുന്ന പോലെ നമുക്ക് പൊരിച്ചെടുക്കുക. അപ്പോൾ അത് ഞാനിപ്പോൾ ഓയിൽ കുറച്ചിട്ട് ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചീനച്ചട്ടി പോലുള്ളതിലൊക്കെ കുറേ ഓയിൽ ഒഴിച്ചിട്ട് നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് പൊങ്ങി ഒരുപോലെ ആയി വരും 2 ഭാഗവും. ഞാൻ അത്ര ഓയിൽ വേണ്ടെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതാകുമ്പോൾ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും എങ്ങനെയായാലും. നമ്മൾ എണ്ണയിൽ മുങ്ങി പൊരിയുന്നതും ഇങ്ങനെ തിരിച്ചു മറിച്ചിട്ട് പൊരിക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസം തന്നെ ഉണ്ടാവും കേട്ടോ. നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തുകൊണ്ടാണ് ഇതുപോലെ ഇങ്ങനെ റെഡ് ബ്രൗൺ കളറായി വന്നത്. ചായക്കടയിലൊക്കെ അവർ ചെയ്യുമ്പോൾ യെല്ലോ ഫുഡ് കളർ ചേർക്കുന്നവരുണ്ട്, അതുകൊണ്ടാണ് അത് നല്ല മഞ്ഞ കളറായിട്ട് തന്നെ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ എപ്പോഴും ആ ഒരു കളറൊക്കെ മാക്സിമം ഒഴിവാക്കിയിട്ടൊക്കെ കളർ ഉണ്ടാക്കുക. കളർ ചേർക്കേണ്ട സിറ്റുവേഷൻ വന്നാൽ ചേർക്കുകയും ചെയ്യും കേട്ടോ. മൊത്തത്തിൽ ഒഴിവാക്കുന്നല്ല പറഞ്ഞത്.
അപ്പോൾ ഈ പൊരിക്കുന്ന സമയത്ത് ഞാനൊരു ചെറിയ ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ. എല്ലാവർക്കും അറിയുന്നത് തന്നെ ആവും, എന്നാലും ഞാൻ പറയാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ഐറ്റം പൊരിക്കുമ്പോഴായാലും എണ്ണയിലേക്ക് ഇടുമ്പോഴും എടുക്കുമ്പോഴും ആ ഒരു ടെമ്പറേച്ചർ മാക്സിമത്തിലായിരിക്കണം. അതായത് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വേണം എന്തൊരു സാധനം നമ്മൾ എണ്ണയിലേക്ക് ഇടുകയാണെങ്കിലും അത് കോരി എടുക്കുമ്പോഴാണെങ്കിലും. അങ്ങനെ ആകുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളി ജ്യൂസി ആയിട്ട് അതുപോലെ തന്നെ ഒരുപാട് എണ്ണ കുടിക്കാത്ത ഐറ്റംസ് ആവും നമുക്ക് കിട്ടുക. തീ കുറച്ച് വെച്ചിട്ട് ഉള്ളി വേവിച്ചെടുക്കാമെന്നുള്ളൂ. അപ്പോൾ ഇതാ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചൂടോട് കൂടി കഴിക്കാനുള്ള ഒരാളെ പരാക്രമമാട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ പഴംപൊരി. ചായ കുടി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഓരോ ദിവസം ഓരോ മോഡലാട്ടോ. ചില ദിവസം ഞങ്ങൾ തറവാട്ടിലേക്ക് പോകും, ചില ദിവസം അവിടെ തന്നെ നിൽക്കും, ചെടി നനയ്ക്കലും മറ്റുള്ള പണികളും മുറ്റടിച്ചു വരലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട്. ചില ദിവസം അവിടെ ഉള്ളവർ ഇങ്ങോട്ടേക്ക് വരും, അങ്ങനെ അല്ലെങ്കിൽ ഞങ്ങൾ എവിടേക്കും പുറത്ത് പോകും, അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ ആ ഒരു ചായ കുടി കഴിഞ്ഞതിനുള്ള സമയം അത് ഓരോ ദിവസവും വ്യത്യസ്തമാണ്. അന്നത്തെ മൂഡ് പോലെ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ പോലെ എന്ന് പറയാം. പക്ഷേ മഗ്‌രിബായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തും, പുറത്ത് പോയതല്ല എന്നുണ്ടെങ്കിൽ. അപ്പം ഈ സമയത്ത് റേക്കൊക്കെ ഒരു ചെറിയൊരു ഉറക്കമുണ്ട്. അപ്പോൾ അവൾ ഉറക്കിയതിന് ശേഷം പിന്നെ നിസ്കാരം കേശിനെ പഠിപ്പിക്കാൻ നിൽക്കണം. പക്ഷെ അപ്പോഴത്തേക്കും റേക്ക് ഉണരും. പഠിപ്പിക്കലൊക്കെ ഇപ്പോൾ റേക്കായതിന് ശേഷം ചെറിയ രീതിയിൽ താളം തെറ്റി കിടക്കുകയാണ്. ചില സമയത്ത് ഹോംവർക്ക് മാത്രം ചെയ്യിപ്പിക്കാനൊക്കെ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലുമൊക്കെ ട്രാക്കിലായി വരുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ സമയത്ത് ഇപ്പോൾ റേക്കൊക്കെ ആണല്ലോ കൂടുതൽ അറ്റൻഷൻ കൊടുക്കേണ്ടത്. അപ്പം കുറച്ച് സമയം കഴിഞ്ഞാൽ പിന്നെ ഒരു 8 മണി 9 മണിയൊക്കെ ആവുന്ന സമയത്ത് ഓളൊന്ന് ഉറങ്ങും. അതുവരെ ഇവർ രണ്ടാളും ഇങ്ങനെ കളിക്കുക പഠിക്കുക അതൊക്കെ തന്നെയാണ്. അതിൻ്റെ ഇടയ്ക്ക് ചില ദിവസം കേശൊക്കെ നേരത്തെ ഫുഡ് കൊടുക്കും, അല്ലെങ്കിൽ നമ്മളെ കൂടെ തന്നെ ഫുഡ് കഴിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ഈവനിങ് മുതൽ നൈറ്റ് വരെയുള്ള പരിപാടികൾ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോക്ക് കാത്തിക്കട്ടോ.